പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികളുടെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേപ്പറിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. ഈ ഒരു ഡിസ്കഷനിൽ ഇന്ന് 13 ചോദ്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റി ബികോം വിദ്യാർത്ഥികളുടെ 4ാം സെമസ്റ്റർ കോമൺ പേപ്പറാണ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്. ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ പുതുക്കിയ സിലബസ് പ്രകാരമാണ് ബികോമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 4ാം സെമസ്റ്ററിൽ പഠിക്കുന്ന ഒരു കോമൺ പേപ്പർ ആയിട്ടാണ് നമ്മുടെ അക്കാഡമിക് കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ബിസിനസ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ നിന്നും ചോദിച്ചിട്ടുള്ള 13 പ്രീവിയസ് യൂണിവേഴ്സിറ്റി ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അവയുടെ അനുബന്ധ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് ഈ ഒരു ഡിസ്കഷനിൽ പ്രസന്റ് ചെയ്യുന്നത്. ഒന്നാം ചോദ്യം, ഡിഫൈൻ സ്റ്റാറ്റിസ്റ്റിക്സ്, 1 മാർക്കിന്റെ ചോദ്യം. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2 ഡെഫിനിഷൻ ലഭ്യമാണ്. നമുക്ക് ആദ്യത്തെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സ്റ്റഡി ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ. ഡേറ്റയുടെ സ്റ്റഡി അതുപോലെ ഡേറ്റയുടെ മാനിപ്പുലേഷൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ദ സ്റ്റഡി ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ. അടുത്തൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് statistics is the science of collecting, analyzing, presenting and interpreting data. ഡേറ്റയെ കളക്ട് ചെയ്യുന്നു, ഡേറ്റയെ അനലൈസ് ചെയ്യുന്നു, ഡേറ്റയെ പ്രസന്റ് ചെയ്യുന്നു, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സയൻസിനെയും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. There are 2 types of statistics, descriptive statistics and inferential statistics. സ്റ്റാറ്റിസ്റ്റിക്സ് 2 ബ്രാഞ്ചായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. 1 ഡിസ്ക്രിപ്റ്റീവും 2 ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് 2ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്സ് ടു ഡിസ്ക്രൈബ്, ഓർഗനൈസ് ആൻഡ് സമ്മറൈസ് ഡേറ്റ, വേറാസ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് അലോസ് ടു ഒബ്സർവ് ആൻഡ് അനലൈസ് സാമ്പിൾ ഓഫ് ഡേറ്റ. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സിനെ 2 വ്യത്യസ്ത ബ്രാഞ്ചുകളായാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 1 ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും 2 ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിക്സ് എന്നും 2ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് എ സ്റ്റഡി ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ഡേറ്റ. പല രൂപത്തിലുള്ള ഡേറ്റയെ പഠിക്കുന്നു, അതിന്റെ മാനിപ്പുലേഷൻ പോലെയുള്ള കാര്യങ്ങളാണ് പൊതുവെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉൾപ്പെടുന്നത്. പലപ്പോഴും നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയിൽ പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. സെൻസസ് പോലെയുള്ള വളരെ വലിയ പ്രവർത്തനത്തിൽ പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് മെത്തേഡുകൾ ഉപയോഗിക്കുന്നു. എന്നാൽ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ബ്രാഞ്ചാണ്. അടുത്തൊരു ഡെഫിനിഷൻ നമ്മൾ കണ്ടു, സ്റ്റാറ്റിസ്റ്റിക്സ് ദ സയൻസ് ഓഫ് കളക്ടിങ്, ഇന്റർപ്രറ്റിംഗ് ഡേറ്റ എന്നൊരു ഡെഫിനിഷൻ നമ്മൾ കണ്ടു. ഇനി 2ാം ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ ഡീവിയേഷൻ, 1 മാർക്കിന്റെ ചോദ്യം. ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ദ ഡീവിയേഷൻ ഈസ് എ മെഷർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ വേരിയബിൾ. ഒരു വേരിയബിളിന്റെ ഒബ്സർവ്ഡ് വാല്യൂവും എക്സ്പെക്റ്റഡ് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം ഡിഫൈൻ ചെയ്യുന്നത് ഡീവിയേഷൻ എന്നൊരു ടേമാണ്. സോ ഡീവിയേഷൻ ഈസ് എ മെഷർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ വേരിയബിൾ. ഒരു വേരിയബിളിന്റെ ഒബ്സർവ്ഡ് വാല്യൂവും എക്സ്പെക്റ്റഡ് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം സ്പെസിഫൈ ചെയ്യുന്ന ഒരു ടേമാണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. In simple words, the deviation is the distance from the central point. സിമ്പിളായി നമുക്ക് ഡീവിയേഷനെ സെൻട്രൽ പോയിന്റിൽ നിന്നുള്ള ഒരു ഡിസ്റ്റൻസ് ആയി നമുക്ക് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നു. 3ാം ചോദ്യം, വാട്ട് ഈസ് പ്രൈമറി ഡേറ്റ, 1 മാർക്കിന്റെ ചോദ്യം. പ്രൈമറി ഡേറ്റ ഈസ് ആൾസോ നോൺ ആസ് ഫസ്റ്റ് ഹാൻഡ് ഡേറ്റ. ഇറ്റ് ഈസ് ഡയറക്ട്ലി കളക്ടഡ് ഫ്രം ദ ഒറിജിനൽ സോഴ്സ്. സോഴ്സിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡേറ്റയെ 2ആയി ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ഡേറ്റ എന്നും സെക്കൻഡറി ഡേറ്റ എന്നും 2ആയി ക്ലാസിഫൈ ചെയ്യാം. ഡേറ്റ മീൻസ് റോ ഫാക്ട്സ് ഓർ ഒബ്സർവേഷൻ. പ്രൈമറി ഡേറ്റ ഈസ് ഡയറക്ട്ലി കളക്ടഡ് ഫ്രം ദ ഒറിജിനൽ സോഴ്സ്. സോഴ്സിൽ നിന്നും ഡയറക്റ്റായി കളക്ട് ചെയ്യുന്ന റോ രൂപത്തിലുള്ള ഡേറ്റയാണ് പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. പലപ്പോഴും ഇന്റർവ്യൂ നടത്തി അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് പ്രൈമറി ഡേറ്റയാണ്. സെക്കൻഡറി ഡേറ്റ മീൻസ് ദി സെക്കൻഡ് ഹാൻഡ് ഡേറ്റ, പലപ്പോഴും ബുക്സ് വഴി കിട്ടുന്ന ഡേറ്റ. പ്രൈമറി ഡേറ്റ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യുന്ന ഡേറ്റയും സെക്കൻഡറി ഡേറ്റ എന്ന് വിളിക്കുന്നു. അങ്ങനെ ഡേറ്റയെ 2ആയി ക്ലാസിഫൈ ചെയ്യും. ഡേറ്റ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്, പ്രൈമറി ഡേറ്റ ആൻഡ് സെക്കൻഡറി ഡേറ്റ.
Primary data is called first hand data, whereas secondary data is called second hand data. നാലാം ചോദ്യം, what is histogram? ഒരു മാർക്കിന്റെ ചോദ്യം. A histogram is a graph with a set of rectangles with base along with the interval between class boundaries. പലപ്പോഴും ഒരു ഗ്രാഫ് രൂപത്തിൽ ഡേറ്റ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു റെപ്രസെന്റേഷൻ ആണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഡേറ്റയുടെ ലൈഫിൽ പല രൂപത്തിലുള്ള ഹിസ്റ്റോഗ്രാം നമ്മൾ പഠിക്കുന്നുണ്ട്. പല രൂപത്തിലുള്ള ഹിസ്റ്റോഗ്രാം പലപ്പോഴും ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡേറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. സോ ഹിസ്റ്റോഗ്രാം ഈസ് എ ഗ്രാഫ് വിത്ത് എ സെറ്റ് ഓഫ് റെക്ടാംഗിൾസ്. റെക്ടാംഗിൾ രൂപത്തിൽ ഡേറ്റ പ്ലോട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഈച്ച് റെക്ടാംഗിൾ റെപ്രസെന്റ് സം സോർട്ട് ഓഫ് ഡേറ്റ ആൻഡ് ഓൾ ദ റെക്ടാംഗിൾസ് ആർ അഡ്ജസന്റ്. ഓരോ റെക്ടാംഗിളും ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യുന്നു. എല്ലാം അഡ്ജസന്റ് ആയ റെക്ടാംഗിൾസ് ആണ്. അഡ്ജസന്റ് മീൻസ് എല്ലാം അടുത്തടുത്തിരിക്കുന്ന റെക്ടാംഗിൾസ് ആണ്. ദ ഹൈറ്റ് ഓഫ് റെക്ടാംഗിൾസ് ആർ പ്രപ്പോർഷണൽ ടു ദ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. ഓരോ റെക്ടാംഗിളും വ്യത്യസ്തമായ ഹൈറ്റ് ആണുള്ളത്. ആ ഹൈറ്റ് ഫ്രീക്വൻസിയെ ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെ ഡേറ്റയെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് ഹിസ്റ്റോഗ്രാം എന്ന് നമുക്ക് പൊതുവെ വിളിക്കാം. സോ ഹിസ്റ്റോഗ്രാം ഈസ് എ ഗ്രാഫ് വിച്ച് പ്ലോട്ട്സ് ഡേറ്റ ആസ് എ സെറ്റ് ഓഫ് റെക്ടാംഗിൾസ്. റെക്ടാംഗിൾ രൂപത്തിൽ ഫ്രീക്വൻസീസ് ഡിനോട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. പലപ്പോഴും ഹിസ്റ്റോഗ്രാം ഡേറ്റ ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ വ്യത്യസ്തമായ ഡേറ്റ ഹിസ്റ്റോഗ്രാം പ്ലോട്ട് ചെയ്യുന്നു. ഹിസ്റ്റോഗ്രാമിൽ വ്യത്യസ്തമായ ഡേറ്റയാണ് പ്ലോട്ട് ചെയ്യുന്നത്. ഓരോ റെക്ടാംഗിളിനും വ്യത്യസ്തമായ ഹൈറ്റ് ആണ്. ആ ഹൈറ്റ് ഡേറ്റയുടെ ഫ്രീക്വൻസിയെ ഡിനോട്ട് ചെയ്യുന്നു. അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ഈസ് സാമ്പിളിംഗ്? ഒരു മാർക്കിന്റെ ചോദ്യം. സാമ്പിളിംഗ് ഈസ് എ പ്രോസസ് യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ടു ഒബ്സർവ് ഗ്രൂപ്പ് ഓഫ് വാല്യൂസ്. പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണോ അല്ലെങ്കിൽ പ്രോസസ്സാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സാമ്പിളിംഗ് ഈസ് എ പ്രോസസ് യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഇൻ വിച്ച് എ ഗ്രൂപ്പ് ഓഫ് ഒബ്സർവേഷൻ ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം എ ലാർജ് പോപ്പുലേഷൻ. ഒരു ലാർജ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ലാർജ് വാല്യൂവിൽ നിന്നും ഗ്രൂപ്പ് ഓഫ് ഒബ്സർവേഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. Sampling is a process used in statistics for extracting a group of observation from a large population. Large population നിന്നും ഒബ്സർവേഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് സാമ്പിളിംഗ് യൂസ് ചെയ്യുന്നത്. ആറാം ചോദ്യം, വാട്ട് ആർ ഇൻഡെക്സ് നമ്പേഴ്സ്? ഒരു മാർക്കിന്റെ ചോദ്യം. An index number is a statistical device for measuring changes in the magnitude of a group of related variables. റിലേറ്റഡ് വേരിയബിൾസിൽ നിന്നും മാഗ്നിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടി, മാഗ്നിറ്റ്യൂഡിന്റെ ചേഞ്ചുകൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ആൻഡ് ഇൻഡെക്സ് നമ്പർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെന്റേജ് ഫോം. പലപ്പോഴും പെർസെന്റേജ് രൂപത്തിലാണ് ഇൻഡെക്സ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻഡെക്സ് നമ്പറിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് പലപ്പോഴും എക്കണോമിക്കൽ ആക്ടിവിറ്റിയിൽ എക്കണോമിക് ചേഞ്ചുകൾ പഠിക്കാൻ വേണ്ടി പലപ്പോഴും ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നു. Index numbers play an important role in economic activity. It helps to study changes due to factors that cannot be directly measured. Direct ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ഫാക്ടേഴ്സ് പലപ്പോഴും എക്കണോമിക്കൽ ചേഞ്ചസിനെ ബാധിക്കുന്നു, എക്കണോമിക്കൽ ആക്ടിവിറ്റിയെ ബാധിക്കുന്നു. ഇതൊക്കെ പഠിക്കാൻ വേണ്ടി പലപ്പോഴും ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിക്കുന്നു. ഏഴാം ചോദ്യം, വാട്ട് ഈസ് ടൈം സീരീസ്? ഒരു മാർക്കിന്റെ ചോദ്യം. Time series is a data that is collected at different points in time. വ്യത്യസ്തമായ ടൈം പീരീഡിൽ കളക്ട് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ഡേറ്റയെ നമുക്ക് ടൈം സീരീസ് ഡേറ്റ എന്ന് വിളിക്കുന്നു. പേരിനകത്ത് തോന്നുന്നുണ്ട് ടൈം സീരീസ് ഡേറ്റ. പലപ്പോഴും ബർത്ത് റേറ്റ്, പോപ്പുലേഷൻ, ഡെത്ത് റേറ്റ് പോലെയുള്ള കാര്യങ്ങൾ ടൈം സീരീസ് എന്ന് പറയുന്ന ഡേറ്റയുടെ ഒരു വിഭാഗത്തിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ടൈം സീരീസ് is a data that is collected at different points in time. വ്യത്യസ്തമായ ടൈം പീരീഡിൽ കളക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഡേറ്റയെ നമുക്ക് ടൈം സീരീസ് ഡേറ്റ എന്ന് വിളിക്കാം. അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഡെത്ത് റേറ്റ്, ബർത്ത് റേറ്റ്, പോപ്പുലേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്നു. എട്ടാം ചോദ്യം, വാട്ട് ഈസ് സ്കാറ്റർ ഡയഗ്രാം? 2 മാർക്കിന്റെ ചോദ്യം.
A scatter diagram is used to examine the relation between both x and y axis with one variable. എക്സും വൈ ആക്സിസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പ്ലോട്ട് ചെയ്യുന്ന ഡയഗ്രമാണ് സ്കാറ്റർ ഡയഗ്രാം, അല്ലെങ്കിൽ നമ്മൾ പറയും സ്കാറ്റർ പ്ലോട്ട് എന്ന് വിളിക്കുന്നു. പലപ്പോഴും റിലേഷൻഷിപ്പ്, ഡേറ്റ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ വേണ്ടി പലപ്പോഴും സ്കാറ്റർ ഡയഗ്രങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. പലപ്പോഴും എക്കണോമിക് പഠനം അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് വേണ്ടി പലപ്പോഴും ഡയഗ്രംസ് യൂസ് ചെയ്യുന്നു. അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് സ്കാറ്റർ ഡയഗ്രം എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ സ്കാറ്റർ പ്ലോട്ട് എന്ന് വിളിക്കുന്നു. A scatter plot is used to examine the relationship between data. അല്ലെങ്കിൽ വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഡെപ്പിക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് സ്കാറ്റർ ഡയഗ്രം അല്ലെങ്കിൽ സ്കാറ്റർ പ്ലോട്ട് എന്ന് വിളിക്കും. ഇറ്റ് ഹാസ് ടു ആക്സിസ് എക്സ് ആൻഡ് വൈ. എക്സാമ്പിൾ ഏജും ഹൈറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാൻ കഴിയുന്നു. അങ്ങനെ അത്തരം റിലേഷൻഷിപ്പ് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് ഈ പറഞ്ഞ സ്കാറ്റർ ഡയഗ്രം എന്ന് പറയുന്നത്. 9ാം ചോദ്യം, വാട്ട് ഈസ് റാൻഡം സാമ്പിളിംഗ്? 2 മാർക്കിന്റെ ചോദ്യം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടേം ആണ് റാൻഡം സാമ്പിളിംഗ്. റാൻഡം സാമ്പിളിംഗ് is a part of sampling technique in which each variable has an equal probability of being chosen. എല്ലാ വേരിയബിൾസിനും സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരേ പ്രോബബിലിറ്റി കൊടുക്കുന്ന ഒരു സാമ്പിളിംഗ് ടെക്നിക്കാണ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയും. പലപ്പോഴും ഡേറ്റ പഠിക്കാൻ വേണ്ടി റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്ന മെത്തേഡ് പലപ്പോഴും യൂസ് ചെയ്യും. നമ്മൾ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ റാൻഡം സാമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. എ സാമ്പിൾ ചോസൺ റാൻഡംലി ഈസ് ഓൾസോ കോൾഡ് റാൻഡം സാമ്പിൾ. റാൻഡമായി സെലക്ട് ചെയ്തു, ഒരു ഓർഡറിലൊന്നുമില്ല, കൃത്യമായ രീതിയിലൊന്നുമില്ല, ഒരു റാൻഡം ഓർഡറിൽ സെലക്ട് ചെയ്തു. റാൻഡം സാമ്പിളിംഗ് ഈസ് വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് കളക്ടിംഗ് ഡേറ്റ ഫ്രം എ ടോട്ടൽ പോപ്പുലേഷൻ. ഒരു ടോട്ടൽ പോപ്പുലേഷനിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയ ഒരു മെത്തേഡാണ് റാൻഡം സാമ്പിളിംഗ്. സോ റാൻഡം സാമ്പിളിംഗ് ഈസ് എ മെത്തേഡ് യൂസ്ഡ് ഫോർ കളക്ടിംഗ് ഡേറ്റ ഫ്രം എ പോപ്പുലേഷൻ. 10ാം ചോദ്യം, വാട്ട് ഈസ് ലാസ്പൈസസ് ഇൻഡെക്സ്? 4 മാർക്കിന്റെ ചോദ്യം. So Laspeyres price index is an index formula for calculating the price statistics. പലപ്പോഴും പ്രൈസ് സ്റ്റാറ്റിസ്റ്റിക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ലാസ്പൈസേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ജർമ്മൻ എക്കണോമിസ്റ്റ് എച്ച്.ഡി. ലാസ്പൈസർ എന്ന് പറയുന്ന ജർമ്മൻ എക്കണോമിസ്റ്റ് ആണ് ഈ ഒരു ഫോർമുല ഡെവലപ്പ് ചെയ്തത്. പലപ്പോഴും പ്രൈസ് ഇൻഡെക്സ് എന്ന രൂപത്തിലും ഈ ഒരു ഫോർമുല അറിയപ്പെടുന്നു. ലാസ്പൈസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് എന്ന രൂപത്തിലും ഈ ഒരു ഫോർമുല വിളിക്കുന്നു. പലപ്പോഴും ഒബ്സർവ്ഡ് പ്രൈസ്, ബേസ് പ്രൈസ് പോലെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഇൻഡെക്സ് ടാബ്ലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. 11ാം ചോദ്യം, വാട്ട് ആർ ദ റിക്വിസിറ്റീസ് ഓഫ് എ ഗുഡ് ആവറേജ്? 4 മാർക്കിന്റെ ചോദ്യം. നമുക്ക് ആദ്യം ആവറേജ് എന്താ നോക്കാം. An average is defined as the number that measures the central tendency of a given set of numbers. Given set of numbersന്റെ സെൻട്രൽ ടെൻഡൻസി മെഷർ ചെയ്യുന്ന ഒരു നമ്പറാണ് ആവറേജ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ആവറേജ് കണ്ടെത്താറുണ്ട്. മാർക്കിന്റെ ആവറേജ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്നതാണ്. ആവറേജ് കണ്ടെത്തുന്നു. ഇനി ആവറേജിന്റെ ഒരു നല്ലൊരു ആവറേജിന്റെ റിക്വിസിറ്റീസ് അല്ലെങ്കിൽ റിക്വയർമെന്റ് എന്തൊക്കെയാന്ന് വെച്ചാൽ അതിൽ 6 റിക്വയർമെന്റ് ഉണ്ട്. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ടു കമ്പ്യൂട്ട് ചെയ്യാൻ, കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഷുഡ് ബി റിജിഡ്ലി ഡിഫൈൻഡ്. ഇറ്റ് ഷുഡ് ബി റെപ്രസെന്റേറ്റീവ് ഓഫ് ഓൾ ഐറ്റംസ്. ഇറ്റ് ഷുഡ് നോട്ട് ബി അഫക്റ്റഡ് ബൈ എക്സ്റ്റേണൽ വാല്യൂസ്. ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഫ്യൂച്ചർ ആൽജിബ്രിക് ട്രീറ്റ്മെന്റ്. അങ്ങനെ 6 റിക്വയർമെന്റ് ആണ് ഒരു നല്ല ആവറേജിനുള്ളത്. ആവറേജ് മീൻസ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസിയുടെ മെഷർ ആണ് ആവറേജ് എന്ന് പറയുന്നത്. അങ്ങനെ നല്ലൊരു ആവറേജിന് 6 ക്വാളിറ്റീസ് ആണ് ഉള്ളത്. സിമ്പിൾ ആയിരിക്കണം, ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, റിജിഡ്ലി ഡിഫൈൻഡ് ആയിരിക്കണം, എല്ലാ ഐറ്റത്തെയും റെപ്രസെന്റ് ചെയ്യണം, എക്സ്റ്റേണൽ വാല്യൂസ് ഇതിനെ ബാധിക്കല്, ഫ്യൂച്ചർ ആയ ആൾജിബ്രിക് ഓപ്പറേഷനുകളെ ഇത് അഫക്റ്റ് ചെയ്യും. അങ്ങനെ ഈ 6 ക്വാളിറ്റീസ് ആണ് നല്ലൊരു ആവറേജിനുള്ളത്. So it should not be capable of future algebraic
ട്രീറ്റ്മെന്റ്. ഫ്യൂച്ചറായ ആൽജിബ്രിക് ഓപ്പറേഷനുകൾക്കും ഈ ഒരു ആവറേജ് കേപ്പബിൾ ആയിരിക്കണം. എക്സ്റ്റേണൽ വാല്യൂസ് ഈ ഒരു മീനെ എഫക്ട് ചെയ്ത്. ഇനിയും ടൈപ്പ് ഓഫ് ആവറേജുകൾ നോക്കിയാൽ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കിൽ പൊതുവെ 5 വ്യത്യസ്തമായ ആവറേജുകളാണുള്ളത്. അരിത്മെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, മീഡിയൻ മോഡ്. അങ്ങനെ 5 വ്യത്യസ്തമായ ആവറേജുകളാണ് നമ്മൾ മാത്തമാറ്റിക്സിൽ യൂസ് ചെയ്യുന്നത്. വളരെ സുപരിചിതമാണ് അരിത്മെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, മീഡിയൻ മോഡ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ആവറേജ് എന്ന് വിളിക്കുന്നു. സോ ആവറേജ് ഈസ് എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. 12ാമത്തെ ചോദ്യം, വാട്ട് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ? 4 മാർക്കിന്റെ ചോദ്യം. The coefficient of variation is the ratio of standard deviation to the mean. So it is a ratio of standard deviation to the mean. In statistics and probability theory, coefficient of variation is a measure of scattering or dispersion of a given data point. Data പോയിന്റുകളുടെ ഡിസ്പേർഷന്റെ മെഷർ അല്ലെങ്കിൽ സ്കാറ്ററിംഗിന്റെ മെഷറിനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അങ്ങനെ റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നും കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനെ വിളിക്കുന്നു. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സ്കാറ്ററിംഗ് ഓർ ഡിസ്പേർഷൻ ഓഫ് എ ഗിവൺ ഡേറ്റാ പോയിന്റ്. ഗിവൺ ഡേറ്റാ പോയിന്റുകളുടെ സ്കാറ്ററിംഗ് അല്ലെങ്കിൽ ഡിസ്പേർഷന്റെ മെഷറാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് വിളിക്കുന്നത്. അതിനെ നമ്മൾ റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വിളിക്കുന്നു. അതിനെ നമ്മൾ CV എന്ന ഷോർട്ട് ഫോമിൽ എഴുതുന്നു. സോ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ടു ദ മീൻ. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സ്കാറ്ററിംഗ് ഓർ ഡിസ്പേർഷൻ ഓഫ് എ ഗിവൺ പോയിന്റ് അറൌണ്ട് ദ മീൻ വാല്യൂ. ഗിവൺ പോയിന്റ് മീൻ വാല്യൂ ആയിട്ടുള്ള ഡിസ്പേർഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് വിളിക്കുന്നത്. അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ മേജർ ആപ്ലിക്കേഷൻ ഇൻ ഫിനാൻസ്. പലപ്പോഴും റിസ്ക് കാൽക്കുലേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഈ ഒരു കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഉപയോഗിച്ച് കണ്ടെത്തുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ മീനുമായി ഡീവിയേറ്റ് ചെയ്യുമ്പോഴാണ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടെത്തുന്നത്. സോ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വിത്ത് മീൻ വാല്യൂ. മീൻ വാല്യൂവിനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായി ഡിവൈഡ് ചെയ്യുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്ന ആ റേഷ്യോ കണ്ടെത്താൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇറ്റ് പ്ലേസ് എ മേജർ റോൾ ഇൻ ഫിനാൻഷ്യൽ ഓപ്പറേഷൻ. 13ാം ചോദ്യം, വാട്ട് ഈസ് സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ടേബിൾസ്? 2 മാർക്കിന്റെ ചോദ്യം. നമുക്ക് ആദ്യം ടേബിൾ എന്താണെന്ന് നോക്കാം. ടേബിൾ ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ഇൻഫർമേഷൻ. ടേബിളിനകത്ത് ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ റെപ്രസെന്റ് ചെയ്യുന്നു. ടേബിളിലെ പൊതുവെ നമുക്ക് 2 ക്ലാസിഫിക്കേഷൻ, ജനറൽ പർപ്പസ് ടേബിൾ ആൻഡ് സ്പെസിഫിക് പർപ്പസ് ടേബിൾ. നേച്ചർ ഓഫ് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ 2 ക്ലാസിഫിക്കുന്നു. വീണ്ടും പ്രൈമറി ടേബിൾ, സെക്കൻഡറി ടേബിൾ. ബേസിസ് ഓഫ് എലമെന്റ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് കവേർഡ്, ഇറ്റ് ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ടേബിൾ. അങ്ങനെ 3 വ്യത്യസ്ത രൂപത്തിൽ ടേബിളിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ജനറൽ പർപ്പസ് ടേബിൾ, സ്പെഷ്യൽ പർപ്പസ് ടേബിൾ, പ്രൈമറി ടേബിൾ, സെക്കൻഡറി ടേബിൾ, സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ടേബിൾ എന്ന് 3ാമതൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പലപ്പോഴും ക്യാരക്ടറിസ്റ്റിക്സ് കവർ ചെയ്യുന്നു, അല്ലെങ്കിൽ എലമെന്റുകളുടെ അടിസ്ഥാനത്തിൽ ബേസിസ് ഓഫ് എലമെന്റ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് കവേർഡ് tables are again classified into 2 types, simple table and complex table. നേരത്തെ പറഞ്ഞു table are used to represent information. Tables are classified into 2 types, broadly classified into 2 types, general purpose table and specific purpose table. Specific purpose table നമ്മൾ summary table എന്ന് വിളിക്കുന്നു. Basis of nature അടിസ്ഥാനത്തിൽ നമ്മൾ വീണ്ടും 2 ക്ലാസിഫിക്കുന്നു, primary table and secondary table. On the basis of elements covered, it is again classified into simple table and complex table. Simple table എന്ന് പറഞ്ഞാൽ a simple table contains only one characteristics. ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം റെപ്രസെന്റ് ചെയ്യുന്ന ടേബിൾ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് വൺ വേ ടേബിൾ എന്ന് വിളിക്കുന്നു. So a simple table is prepared on the basis of only one characteristics of collected data. കളക്റ്റഡ് ഡേറ്റയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ടേബിളിനെ നമ്മൾ സിമ്പിൾ ടേബിൾ എന്ന് വിളിക്കുന്നു. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് വൺ വേ ടേബിൾ. ഇനി കോംപ്ലക്സ് ടേബിൾ നോക്കാം. ഇൻ എ കോംപ്ലക്സ് ടേബിൾ 2 or more characteristics are represented or shown. ഒരു കോംപ്ലക്സ് ടേബിൾ
കളക്ട് ചെയ്യുന്ന ഡേറ്റയുടെ ഒന്നിൽ കൂടുതൽ ക്യാരക്ടറിസ്റ്റിക്സ് റെപ്രസെന്റ് ചെയ്യുന്നു. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സിൽ പൊതുവെ 3 രൂപത്തിൽ ടേബിളിനെ നമ്മൾ ക്ലാസിഫിക്കുന്നു. ഓൺ ദ ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, ജനറൽ പർപ്പസ് ആൻഡ് സ്പെസിഫിക് പർപ്പസ് ടേബിൾ. ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഡേറ്റ, പ്രൈമറി ടേബിൾ, സെക്കൻഡറി ടേബിൾ. ഓൺ ദ ബേസിസ് ഓഫ് എലമെന്റ്സ് കവേർഡ്, സിമ്പിൾ ടേബിൾ, കോംപ്ലക്സ് ടേബിൾ. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിനെ നമ്മൾ 3 വ്യത്യസ്ത കാറ്റഗറിയായി ക്ലാസിഫൈ ചെയ്യുന്നു. ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്സിന്റെ അടിസ്ഥാനത്തിൽ ജനറൽ പർപ്പസ്, സ്പെസിഫിക് പർപ്പസ്. നേച്ചർ ഓഫ് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ പ്രൈമറി ടേബിൾ, സെക്കൻഡറി ടേബിൾ. ബേസിസ് ഓഫ് എലമെന്റ്സ് കവേർഡ്, സിമ്പിൾ ടേബിൾ ആൻഡ് കോംപ്ലക്സ് ടേബിൾ. Simple table is also called one-way table. It is created by using only one characteristics of data. Complex table contain more than one characteristics. അങ്ങനെ ടേബിൾ 3 രൂപത്തിലാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റായി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.